അങ്ങോട്ടൊന്ന് നീങ്ങി നിൽക്കു കുട്ടി, പേടിക്കേണ്ട ആവശ്യമില്ലെന്ന്. സിസ്റ്റർക്ക് അതൊക്കെ പറഞ്ഞാ മതി, കുത്തു കിട്ടണതേ ഞങ്ങൾക്കല്ലേ. ഓ കുട്ടി, നിങ്ങളുടെ പോലെ തന്നെയല്ലേ ആ കുട്ടികൾക്ക് ഇഞ്ചക്ഷൻ എടുത്തിട്ട് നിൽക്കുന്നത്? പിന്നെന്താ നിങ്ങൾക്ക് മാത്രമേ പ്രത്യേകത? കുഞ്ഞപ്പു, പൊടിമോളെ, നിങ്ങൾക്ക് വേദന എടുത്തില്ലല്ലോ സൂചി വെച്ചപ്പോ? അതങ്ങ് പറഞ്ഞു കൊടുക്ക് ചിന്നൂനും മിന്നൂനും. അനന്തു, ഇനി അവിടെ കുട്ടികൾ നിൽക്കുന്നുണ്ടോ മോനെ? ടീച്ചർ, അവിടെ ഇനി ഒരു കുട്ടിയേ ഉള്ളൂ. ആ കുട്ടി എന്താ അവിടെ നിൽക്കുന്നത്? അതിനെ കൂടി വിളിച്ചോണ്ട് വാ അനന്തു. ടീച്ചർ, അതെ, ആ തക്കുടുവാവയാ. അവളുടെ അച്ഛനും ഉണ്ട് കൂടെ. അവളുടെ അച്ഛൻ പറയാ തക്കുടുവാവയ്ക്ക് ഇഞ്ചക്ഷൻ എടുക്കണ്ടാന്ന്. ഞങ്ങളൊക്കെ കുറേ പറഞ്ഞു നോക്കി, പക്ഷേ അയാളെ ഒരു പൊടിക്ക് അടുക്കുന്നില്ല. ഇങ്ങനെ കുട്ടികളെക്കാളും കഷ്ടാണല്ലോ. അനന്തു മോനെ പോവല്ലേ കേട്ടോ, ഇവിടെ കുറച്ചുകൂടി ജോലി ചെയ്ത് തീർക്കാനുണ്ടേ. ഇനി എന്താ ടീച്ചർ? അതൊക്കെ ഉണ്ട് അനന്തു, ഇവിടെ കുറെ പേര് ചുറ്റിത്തിരിഞ്ഞ് നടക്കണുണ്ട്. അവരെയും കൂടി പിടിച്ചിട്ടേ ഇവിടെ കൊടുന്ന് ആക്കി കൊടുക്കണം. എടി മീനു, ആ ടീച്ചർ എന്താ അങ്ങനെ പറഞ്ഞത്? ചക്കി, നമ്മളെ കുറിച്ചാണോ പറഞ്ഞത്? എടി ഇക്രു, നീ സത്യം പറ, നീ എന്നെ കുറിച്ച് പറഞ്ഞു കൊടുത്തുകൂടാ? എന്താ ചക്കി ഇങ്ങനെ? എന്നെ തീരെ വിശ്വാസമില്ലാതെ. എടാ ഇക്രു, ഇപ്പൊ നിന്നെ എനിക്ക് തീരെ വിശ്വാസം പോരട്ടോ ഇവരുടെ കൂട്ടത്തിൽ കൂടെ. പിന്നെ ഇങ്ങനെയൊക്കെ പറയാതെ. അല്ലപ്പോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് സൂചി വെച്ചതല്ലേ, പിന്നെ നീ എന്തിനാ അങ്ങനെ പിന്നിൽ വന്ന് ഒളിഞ്ഞു നിൽക്കണേ? അത് പിന്നെ നീ എന്തിനാ ഒളിഞ്ഞു നിൽക്കണേ ഇക്രു? നിനക്കും വെച്ചില്ലേ? ഞാൻ ഒളിഞ്ഞു നിൽക്കണ എന്താണെന്നറിയോ? ചക്കിക്കും മീനൊരു കൂട്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടാ. എന്നാ ഞാനും അതിനെ നിനക്ക് കൂട്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടാ. ചിന്നു, നല്ല കുട്ടിനെ ചിന്നു, ഇത് അത് സൂചി വെക്ക ചിന്നു, എന്നിട്ട് ഞാൻ വെക്ക ചിന്നു, പ്ലീസ് ചിന്നു. എന്ത് ചിന്നു? എന്ത് മിഞ്ഞോ? വീട്ടിൽ അമ്മ എന്തെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ തരുമ്പോഴേ ആദ്യം ഓടി എത്ര നീ അല്ലേ മിഞ്ഞോ? പിന്നെന്താ ഇപ്പൊ മാത്രം പിന്നിക്ക്? എനിക്ക് ഫസ്റ്റ് വേണ്ട, മിഞ്ഞോന് ഫസ്റ്റ് എടുത്തോ. ചിന്നു, കുട്ടികളെ ഒന്ന് ഇങ്ങോട്ട് നിക്ക്, കുട്ടികളെ സമയം കളയാതെ. എത്ര തവണ ഞാൻ പറഞ്ഞു പേടിക്കേണ്ട ആവശ്യമില്ല ഇല്ലാന്ന്. എടി മിഞ്ഞു, ഇങ്ങോട്ട് തിരിഞ്ഞു നിക്ക്. എടി മിഞ്ഞു, ഒരു പേടി വേണ്ടടി, ഞാൻ നല്ലോണം പേടിച്ചിട്ടാണ് നിന്ന്. പക്ഷേ ഒരു ഉറുമ്പ് കടിക്കണ വേദനയുള്ളൂ, പേടിക്കേണ്ട ആവശ്യമില്ല. സത്യാണ് പൊടിമോളെ, സത്യാണ് മിഞ്ഞു. ചിന്നു, എന്നെ വിശ്വസിക്ക്, സത്യാണ്. പ്രിയമോളെ, കുട്ടികളുടെ പേരൊക്കെ നേരെ കൃത്യമായി എഴുതി വെക്കണം കേട്ടോ. അതൊക്കെ ഞാനേ കൃത്യമായി എഴുതുന്നുണ്ട് ടീച്ചറെ. മോളെ, അത് മാത്രല്ല, ഇനി എത്ര ആൾ വരാനുണ്ടെന്നും കൂടി നോക്കിക്കോ. ടീച്ചർ, ഇതിൽ ഇനി ആകെ 3 കുട്ടികളെ വരാനുള്ളൂ. ആ കുട്ടികളുടെ പേരെന്ന് പറഞ്ഞു മോളെ? മീനു, ചക്കി, തക്കുടുവാവ. ഓ, തക്കുടുവാവയുടെ കാര്യത്തിലേ തീരുമാനാക്കിയിട്ടുണ്ടാവുള്ള അച്ഛന്. മറ്റേ 2 പേരും ഞാനിപ്പോ ശരിയാക്കി കൊടുക്കാം, ഇവരുടെ അങ്ങനെ കഴിയട്ടെ. അയ്യോ, എടി മീനു, എടി ചക്കി, നമ്മൾ എന്തായാലും വെറുതെ വിടില്ലടി. മീനു, നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് എവിടെയെങ്കിലും പോയാലോ? പൊട്ടത്തരം പറയാതെ പൊട്ടത്തിയല്ലേ, നിങ്ങളിപ്പോ ചെടിയുടെ മറവിലല്ലേ നിൽക്കുന്നത്? അവിടെ തന്നെ നിന്നോ, ഇനിയിപ്പോ ഇവിടെ മാറിയ ടീച്ചർ ഇപ്പൊ കണ്ടുപിടിക്കും. പൊട്ടത്തരം കാട്ടിക്കൂട്ടുണ്ടോ? എന്തപ്പോ എനിക്ക് ഇത്രക്ക് സ്നേഹോലോട്? എന്തെങ്കിലും ആവട്ടെ. ഇക്രു, സത്യല്ലേ, ഞങ്ങൾ ഇവിടെ നിന്നാലേ കണ്ടുപിടിക്കൂലല്ലോ? ഇല്ല മീനു, നീ പേടിക്കാതെ നിക്ക്. അച്ഛാ, ഇങ്ങോട്ട് വാ അച്ഛാ, നമുക്ക് അവിടെ പോയിരിക്കാം. തക്കുടുവാവേ, എന്റെ കൈ വിട്ടാ, ഞാൻ ഇവിടെ ഇരുന്നോണ്ട്. അത് പറ്റൂല അച്ഛാ, നമുക്ക് ആ സ്റ്റൂളിൽ പോയിരിക്കാം. ഇങ്ങോട്ട് വാ അച്ഛാ. ഇന്ന് നടക്കടി പെണ്ണെ വേഗം. എടി മീതു, നമുക്ക് അവിടെ നിന്ന് ഒരു ജ്യൂസ് കുടിച്ചാലോ? നീ പോയി കുടിച്ചോ, ആ വൃത്തിയില്ലാത്ത കടയിൽ നിന്നും. ഞാൻ അങ്ങനത്തെ കടയിൽ നിന്നേ ഒന്നും കുടിക്കില്ല. എടി പെണ്ണെ, നല്ല വൃത്തിയൊക്കെ ഉണ്ടടി അവർക്ക്. പോ പെണ്ണെ അവിടുന്ന്. എന്ത് വൃത്തിയുണ്ട് പറഞ്ഞിട്ട് എന്താ കാര്യം? ആ തക്കുടുവാവയുടെ അച്ഛനുണ്ടോ ഒരു ഷർട്ട് പോലും ഇടാതെയാണ് ആ കടയിൽ ജോലിയൊക്കെ ചെയ്യുന്നത്. അയാൾ ഷർട്ട് ഇട്ടില്ലെങ്കിൽ നമുക്കെന്താ? എടി പെണ്ണെ, ഇമ്മാതിരി ചൂടല്ലേ, അയാളുടെ ശരീരത്തെ വിയർപ്പ് മൊത്തം ആ ഭക്ഷണ സാധനങ്ങളിലൊക്കെ ആവില്ലേ? തക്കുടുവാവേ, തക്കുടുവാവ ഭയങ്കര സന്തോഷത്തിലാണല്ലോ. സൂചി കിട്ടാത്തതിന്റെ സന്തോഷാവും അല്ലേ? സന്തോഷമൊക്കെ തന്നെയാണ്, പക്ഷെ ചിന്നൂനും മിന്നൂനും കുഞ്ഞാപ്പൂനൊക്കെ സൂചി കിട്ടില്ലെന്ന് ഓർക്കുമ്പോഴേ സങ്കടമുണ്ട്. ഓ, മമ്മിയൊക്കെ എത്തിയല്ലോ. മമ്മി, അല്ല പാത്തു എവിടെ? പാത്തും കുഞ്ഞിപ്പാത്തും നടന്നെത്തിയില്ലേ? മോളെ തക്കുടുവാവേ, നീ എന്താ എവിടെ നിൽക്കണേ? മക്കളെ, പ്രിയൊക്കെ എവിടെ? അവരൊക്കെ അവിടെ ഇഞ്ചക്ഷൻ എടുക്കുന്ന അവിടെയാണ് ആന്റി. എന്നാലിപ്പോ പാത്തു എവിടെ? അമ്മേ, ഞാനേ അമ്മയെ കാണാതെ നല്ലോണം വിഷമിച്ചു. എന്താ മൂപ്പ ഇങ്ങനെ ഷർട്ട് ഒന്നും ഇടാതെ നിൽക്കണത്? അപ്പൊ ഷർട്ട് ഇട്ടൂടെ? ഭയങ്കര ചൂടത്രേ, പിന്നെ എന്താ പറയാ തങ്കമ്മേ? അനക്കതൊക്കെ പറഞ്ഞാ മതി മൂപ്പത്തിയെ. ഇച്ച് നല്ല ചൂടെടുക്കണണ്ടേ, അപ്പൊ ഞാൻ ആ ഷർട്ട് ഇട്ടിട്ട് ഇങ്ങനെ നടക്കുക. അല്ല തക്കുടുവാവേ, നിനക്ക് സൂചിയൊന്നും വെച്ചില്ലേ? ഇല്ല അമ്മ, അച്ഛനെ വന്നിട്ട് എന്നെ അതിന്നൊക്കെ രക്ഷപ്പെടുത്തി.
ഇപ്പൊ എങ്ങനെയുണ്ട് കുട്ടികളെ? ഞാൻ പറഞ്ഞ പോലെ വേദനയൊന്നും ഉണ്ടായില്ലല്ലോ? അല്ല, ചിന്നുവിന് എവിടുന്നാ പെട്ടെന്ന് ഒരു കണ്ണടയൊക്കെ കിട്ടിയത്? അതില്ലേ ടീച്ചറെ, ഓളി കഴിയുന്നതേ കാണാതിരിക്കാൻ വേണ്ടിട്ടേ ഓള് കണ്ണെടുത്ത് വെച്ചിട്ടാണ്. ആ അതേതായാലും കളിക്കല്ലോ. എന്തായാലും സുന്ദരി ആയിട്ടുണ്ട്. താങ്ക് യു താങ്ക് യു. ആള് ഭയങ്കര ഗൗരവത്തിലാണല്ലോ. നിങ്ങൾ ഇഞ്ചക്ഷൻ എടുത്തതല്ലേ, ഇങ്ങോട്ട് മാറി നിന്നോളൂ. ചിന്നു മിന്നു ഇവിടെ വന്ന് നിൽക്ക്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞതല്ലേ അത്രക്ക് പേടിക്കാനൊന്നുമില്ലാന്ന്. പ്രിയ, ആ അനന്ത് എവിടെ പോയി? ഇവിടെ നിന്നിരുന്നല്ലോ. അവനോട് ഞാൻ കുറച്ചും കൂടി ജോലിയുണ്ട്, ഇവിടെ എവിടേക്കും പോവല്ലേ പറഞ്ഞതാ. അപ്പുറത്ത് എങ്ങാനും ഉണ്ടാവും ടീച്ചർ. അതാ ടീച്ചർ, അനന്ത് വന്നിട്ടുണ്ട്. ആഹാ അനന്തു മോനെ, നീ എവിടെയായിരുന്നു? അത് പിന്നെ ടീച്ചർ, ഞാൻ എന്റെ കൂട്ടുകാരെ വിളിച്ചിട്ട് പോയതാ. അനന്തു ഒന്ന് ഇങ്ങോട്ട് വന്നേ. എന്തു പറ്റി ടീച്ചർ? ഇങ്ങോട്ട് എന്റെ അടുത്തോട്ട് വാ അനന്തു. ആ ചെവി ഒന്ന് ഇങ്ങോട്ട് കാണിച്ചേ. അയ്യോ, ഞാൻ പോയത് നിന്റെ ചെവി എങ്ങാനും പിടിച്ച് തിരുമ്പാനാണോ? അല്ല അനന്തു, നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ. അപ്പൊ മോനെ പറഞ്ഞതുപോലെ ഒരു അബദ്ധവും സംഭവിക്കരുത്. അതൊക്കെ ഞാൻ ഏറ്റു ടീച്ചറെ. ടീച്ചറും കൂടി വാ എന്റെ കൂടെ. എടി ചക്കി, ഓല് എന്താണ് രഹസ്യം പറയുന്നത്? ഇതാ തന്നെ ഇരിക്കും. ഞാൻ ടീച്ചർക്ക് കൊടുത്ത മരുന്ന് ഏറ്റു. ഇന്നാവ അമ്മ ഇന്ന് നീ വരാത്ത ചിന്നു. അനന്തു മോനെ വേഗം വാ. ആ ഇത് വരുന്നു ടീച്ചർ.